Did you take page number 218? No, Miss. Take first. It's all about groundwater. Groundwater. If we dig a deep hole in the ground, we will see that the soil below is moist. If we dig a deep hole, big hole in the ground, we can see that after going little down, the soil will become moist. അതായത് നമ്മളൊരു പറമ്പിലൊരു വലിയ കുഴി എടുക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ആഴത്തിലേക്ക് പോകുന്നതനുസരിച്ച് നമുക്കറിയാം മണ്ണിന് കുറച്ച് ചെറുതായിട്ട് നനവ് വരാൻ തുടങ്ങും. അങ്ങനെ കുറെ അങ്ങ് കുറച്ചുകൂടി താന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ വെള്ളത്തിന്റെ അംശം കാണാൻ പറ്റും. പിന്നെ നമുക്ക് സ്പ്രിങ്കിൾ അല്ലെങ്കിൽ ഉറവയിലൂടെ വെള്ളം വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ. നമ്മൾ കിണറൊക്കെ കുഴിക്കുന്നുണ്ട്, അറിയത്തില്ല ആ കാര്യങ്ങളൊക്കെ. This shows the presence of water under the ground. If we go on digging deeper and deeper, we will ultimately reach a level where all the space between the soil particles and the gaps between rocks are filled with the water. അങ്ങനെ നമ്മൾ കുറെ ആഴത്തിലേക്ക് കുഴിച്ചു പോയി കഴിയുമ്പോൾ നമുക്ക് വെള്ളം നിറഞ്ഞ സ്ഥലം കാണാൻ പറ്റും, ഉറവയുള്ള സ്ഥലം. This level is known as the water table. So ഈ വെള്ളം നമ്മൾ കാണുന്ന, അതായത് ഒരു ഭാഗത്ത് നമ്മൾ കുഴിച്ച് താഴോട്ട് ചെന്ന് കഴിയുമ്പോൾ വെള്ളം കാണുന്ന ആ ലെവലിനെയാണ് നമ്മൾ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടം വരെ വെള്ളം ഉണ്ട് എന്നർത്ഥം. പക്ഷേ the water table varies from place to place. The water table is not same in everywhere because we know that in some places if we just dig only 100 meter, means a little bit little deep if we go, we will get a water presence. We can find in the water presence. But in some places they have to dig long down. ചില സ്ഥലങ്ങളിൽ നമ്മൾ വാട്ടർ ടേബിൾ തുറന്ന് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ കിണർ കുഴിച്ച് പെട്ടെന്ന് നമുക്ക് വെള്ളം കിട്ടും, അധികം ആഴത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വെള്ളം കിട്ടും. പക്ഷെ ചില സ്ഥലങ്ങളിൽ 10, 30, 35 അടിയൊക്കെ താഴ്ന്നതായിട്ട് വരും. ഇനി ബോർവെല്ലൊക്കെ ആണെങ്കിലോ 100, 200, 300 അടിയൊക്കെ താഴ്ന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെ. The water table varies from place to place. At some places it may be less than a meter deep. 1 meter പോലും ഇത് വരുന്നില്ല. മീൻസ് അത്രയും ചെറിയ ആഴത്തിൽ. നമ്മൾ പണ്ടൊക്കെ അങ്ങനത്തെ ഇഷ്ടം പോലെ വെള്ളം കണ്ടിട്ടുണ്ട്. ഓലി എന്ന് പറയുന്നതൊക്കെ 1 മീറ്റർ ഒക്കെ. ഓലിന്ന് കേട്ടിട്ടുണ്ടോ? പെയ്ത്തുണ്ടോ ഇവിടെ? ഒലിവിന്ന് വെച്ചാ ഒലിവിയല്ല, ഓലി എന്ന് പറഞ്ഞാല് ഈ ചെറിയ കുഴിയ, കുഞ്ഞു കുഴി. കിണറിന് എത്രയൊന്നും ആഴമില്ല, ചെറിയ കുഴിയിൽ വെള്ളം കിട്ടുന്ന ഉറവയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഈ ഗ്രൗണ്ട് വാട്ടർ ലെവലൊക്കെ ഒരുപാട് താഴോട്ട് പോയതുകൊണ്ട് അങ്ങനെ നമുക്ക് ഓലി എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും ചെറിയ ആഴത്തിൽ നമുക്ക് വെള്ളം കിട്ടുന്നില്ല. എന്നാലും പോലും ഈ തോടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ മിസ് ഇവിടെ ഉണ്ട് ഒരു ചെറിയ, അവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യാനായിട്ട് തുറവ് പോയിട്ട് വെള്ളം വരും ചെറുതായിട്ട്. ഇറ്റ് മേ ബി ഓൾസോ ഡീപ് ആസ് 100 meters or more. ചിലപ്പോൾ 1 മീറ്ററിലൊക്കെ നമ്മൾ വെള്ളം കിട്ടുന്നതും ചിലപ്പം കുറെ ആഴത്തിലോട്ടൊക്കെ പോയെന്ന് വരും. ആൻമരിയ, ഗുഡ് മോർണിംഗ്. കുറെ നാൾ കൂടിയിട്ടാണല്ലോ ക്ലാസ്സിൽ കയറുന്നത്. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയാ? ലുക്സ് വെരി നൈസ് ടുഡേ. The water found below the water table is known as ground water. ഇനി വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് വെള്ളം എത്ര ആഴത്തിൽ ഈ കിണറിനൊക്കെ കിട്ടുന്നത്. ഇനി അതിനേക്കാൾ കുറെ കൂടെ ഇതിലേക്ക് വരുന്നത്, അതായത് ഈ വാട്ടർ ടേബിളിന്റെ താഴോട്ട് നമുക്ക് കാണുന്ന വെള്ളത്തിന് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയും. നമുക്കറിയാം റിവറിലെ വെള്ളത്തിന് നമുക്ക് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം റിവർ എന്ന് പറയുന്നത് മണ്ണിന്റെ മേളിൽ കൂടി ഒഴുകുന്നതാണ് അല്ലെ. അപ്പൊ അല്ലെങ്കിൽ തോട്, സ്ട്രീംസ് എന്നൊക്കെ പറയുന്നത് ഈ റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് ആറ് ഫ്ലോയിങ് അബൌവ് ദ സോയിൽ, മണ്ണിന്റെ ഒപ്പം അല്ലെങ്കിൽ മണ്ണിന്റെ മേലിൽ കൂടെ അങ്ങനെ ഒഴുകുന്നതാണ്. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് കുഴിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ വെള്ളം കിട്ടുന്നത്, കിണറ്റിലും കുളത്തിലും ഒക്കെ അല്ലെ. ഓക്കെ, സോ ദ വാട്ടർ ദാറ്റ് വി ഫൗണ്ട് ഇൻ ദ വാട്ടർ ടേബിൾ ഈസ് നോൺ ആസ് ഗ്രൗണ്ട് വാട്ടർ. ഭൂഗർഭജലം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ എന്ന് അറിയപ്പെടുന്നത്. The layer of rock or soil in which groundwater collects is known as aquifer. Aquifer means the soil or the rock on which the groundwater is found is known as the aquifer. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കിണറ്റിലൊക്കെ ഉള്ള വെള്ളം കാണുന്ന ആ ഉറവ എന്ന് പറയുന്ന സ്ഥലമില്ലേ, ഉറവ ചിലപ്പോൾ ഒരു കല്ലിന്റെ ഇടയ്ക്ക് നിന്നായിരിക്കും വെള്ളം വരുന്നത്, അല്ലെങ്കിൽ മണ്ണിന്റെ ഇടയ്ക്കൂടെ എവിടുന്നാണോ വെള്ളം വരുന്നത് അതിന് പറയുന്ന പേരാണ് അക്വിഫർ.
When rain falls, some of the water seeps through the soil. This process is known as infiltration. It adds to or replenishes the groundwater. So we know that when it rains, some of the water will go deep into the soil or it seeps into the soil. മണ്ണിലേക്ക് കുറെ വെള്ളം അരിച്ചിറങ്ങും. മുഴുവൻ വെള്ളം ഒഴുകി പോകുന്നില്ല, കുറെ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാറുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം സമ്മർ സീസണിൽ if the wells are dry during rainy season, when it starts to rain or after starting the rain during the rainy season, what happens? The groundwater level or the water table increases because some rain water will seep into the soil. സമ്മർ സീസണിൽ ഉണങ്ങി കിടക്കുന്ന കിണറുകൾ വറ്റി കിടക്കുന്ന കിണറുകളൊക്കെ മഴക്കാലത്ത് മഴ പെയ്യാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും കിണറ്റിലൊക്കെ വെള്ളമാകും. എങ്ങനെയാണ്? മഴ പെയ്യുമ്പോൾ കുറെ വെള്ളം മണ്ണിലേക്ക് അങ്ങനെ അരിച്ചിറങ്ങാറുണ്ട്. മുഴുവൻ ഒഴുകി പോകുന്നില്ല, കുറെ വെള്ളം മണ്ണിലേക്ക് അരിച്ചിറങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് മണ്ണിലെ ആ ഉറവയുടെ കൂട്ടി കൂടും. അങ്ങനെ അതിന്റെ വെള്ളത്തിന്റെ ലെവൽ കൂടും. This process is known as infiltration. Infiltration means when it rains, some of the water will seep into the soil, and this is known as infiltration. And when infiltration or the process infiltration will add or replenishes the groundwater. അതായത് കിണറ്റിലെ വെള്ളം കൂടും. നമുക്കറിയാം നല്ല ഒരു 3-4 ദിവസം അടുപ്പിച്ചൊക്കെ മഴ പെയ്യുക ചില കിണറൊക്കെ ഇങ്ങനെ നിറഞ്ഞ് പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങും. ചിലതൊക്കെ ആണെങ്കിൽ കിണറ്റിൽ എന്തായാലും കുറേ വെള്ളം പൊങ്ങി വരും അല്ലെ, നല്ല മഴയുള്ള സമയത്തൊക്കെ. ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ വീട്ടില് ഒരു കിണറുണ്ട്, എന്റെ പയ്യാവരുള്ള വീട്ടില്. അവിടുത്തെ കിണറ്റില് വെച്ചാൽ ഒരു കിണറ്റ് 2 കിണറുണ്ട്. ഒരു കിണറ്റിലെ വെള്ളം കുറേ പൊങ്ങും മഴക്കാലത്ത്, പക്ഷെ ഒരുപാട് താഴ്ന്നു പോകുകയല്ല. വേനൽക്കാലം ആയി കഴിഞ്ഞാല് ഒത്തിരി താഴ്ന്നു പോകുകയല്ല, പക്ഷെ ഒത്തിരി പൊങ്ങത്തുമില്ല. കുറച്ച് പൊങ്ങും, പിന്നെ മഴക്കാലം കഴിയുന്നതനുസരിച്ച് കുറേശ്ശെ താഴ്ന്നവിടെ നിൽക്കും. വേറൊരു കിണറുണ്ട്, ആ കിണറിന്റെ മഴക്കാലത്ത് കുറെ ഇങ്ങനെ വെള്ളം പൊങ്ങി വന്നിട്ട് നമുക്ക് ചുമ്മാ കപ്പം കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കാം. ആ പരുവത്തിലെത്തും വെള്ളം, അത്രയും പൊങ്ങി വരും. പക്ഷെ വേനൽക്കാലം ആകുമ്പോഴേക്കും മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ താന്ന് പോയി തീരെ കുറഞ്ഞു വരും. വളരെ കുറച്ച് വെള്ളം ഉണ്ടാവും അതിനകത്ത്. അത് ഓരോ ഉറവയുടെ ഒക്കെയാണ്. പിന്നെ ചിലത് എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ആദ്യം ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിന് വെറും 4 കോഴ് താഴ്ച ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കിണറ്റില്. അത്ര ആഴവേ ഉള്ളൂ ആ കിണറിന്, വലിയ ആഴമൊന്നുമില്ല. പക്ഷെ ആ കിണർ ഇപ്പൊ മൂടി. എന്താന്ന് വെച്ചാൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേ ലെവൽ ഓഫ് വാട്ടർ. വേനൽക്കാലത്ത് പറ്റത്തില്ല, മഴക്കാലത്തോട്ട് കൂടത്തൂല്ല. കാരണം അതിന്റെ മേലോട്ട് അങ്ങോട്ട് ഒഴുക്കുണ്ട് പോലും. അപ്പൊ അത് പൊങ്ങുന്ന വെള്ളം എത്ര മഴ പെയ്താലും ഒരു തുള്ളി പോലും മുകളിലോട്ട് കയറിയല്ല, അതേ ലെവലിൽ തന്നെ നിൽക്കും. അതിന്റെ മേളിലോട്ട് ഒഴുക്കുണ്ട്. അപ്പൊ ആ പൊങ്ങുന്ന വെള്ളം അതേ ഇതിലങ്ങ് പോകുവാണ്. നമുക്ക് കാണാനില്ല ഒരു 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്താലും ഒരു തുള്ളി പോലും ഒക്കെ എനിക്ക് വെള്ളം കുടിക്കണം. പക്ഷെ വേനൽക്കാലത്ത് ഒരു തുള്ളി പോലും കുറയാറില്ല. ചെറിയ. പിന്നെ നമ്മള് വേറെ കിണർ കുഴിച്ചപ്പോ വലിയ വട്ടത്തിൽ വലിയ കിണർ കുഴിച്ചപ്പോ ഇത് പിന്നെ എന്തിനാ പറഞ്ഞത്, പറമ്പിൽ 3-4 കിണർ കണ്ടെത്തുന്നത്. വേനൽക്കാലത്ത് അറിയത്തില്ല അല്ലെ, വേനൽക്കാലത്ത് വറ്റത്തില്ലെങ്കിൽ കളയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. പക്ഷെ അതാ പറഞ്ഞത്, അത് കൂടുതലാ, അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് വലിയ കിണർ കുഴിക്കണമായിരുന്നു, പറമ്പിൽ തെങ്ങൊക്കെ നനയ്ക്കാൻ വേണ്ടി. അപ്പൊ വെള്ളം നമ്മൾ അടിക്കുമ്പോ പറ്റും, മറ്റേത് അതുപോലെ തന്നെ പെട്ടെന്നാവുമായിരുന്നു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തന്നെ അതേപോലെ വെള്ളം ആകുമായിരുന്നു. വേനൽക്കൊക്കെ കിണർ തേകാൻ ശരിക്കും ബുദ്ധിമുട്ട് വരുന്ന കാര്യം, ഒരുപാട് ആഴമൊന്നും ഇല്ലെങ്കിലും നമ്മൾ അടിക്കുന്നതനുസരിച്ച് വെള്ളം ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു ലെവലിന് മേളിലോട്ട് വെള്ളം കയറത്തൂല്ല, അതിനപ്പുറത്തോട്ട് ഒരു വെള്ളി വെള്ളം കൊടുത്തൂല്ല. അങ്ങനെയാണ്. പിന്നെ അത് അവിടെ വീട് പണിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അത് മൂടി നമ്മൾ വേറെ വലിയ കിണർ കുഴിച്ചു. ആ കിണറിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്. പിന്നെ മഴക്കാലത്ത് ഒരുപാട് കൂടത്തില്ല, പക്ഷെ വേനൽക്കാലത്ത് ഒരുപാട് കുറയത്തില്ല. ഒരു 4-5 അടി വെള്ളം ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് അതിനകത്ത്. അപ്പൊ അതാണ് തെങ്ങിനൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. As groundwater passes through the soil, it gets filtered by several layers of sand and rocks. It is therefore almost free of suspended impurities. However, it contains dissolved salts from the soil. It may also contain germs. Okay, the water from the wells will be purified. Means it will be clean water. How it will be purified? When it goes through the layers of the soil, it will be purified. അതായത് മണ്ണിന്റെ അടുക്കുകളിലൂടെ ഇങ്ങനെ അരിച്ചിറങ്ങുമ്പോൾ അതിനകത്തുള്ള എല്ലാ പിന്നെ വസ്തുക്കളും, അതായത് അതിനകത്തുള്ള എല്ലാ അഴുക്കളും ആ മണ്ണിൽ തങ്ങി നിൽക്കും, താഴോട്ട് വരികയില്ല. വെള്ളം മാത്രം പ്യുവർ വാട്ടർ ആയിരിക്കും താഴോട്ട് വരുന്നത്. അതുകൊണ്ട് കിണറ്റിലെ വെള്ളം കൂടുതലായിരിക്കും. പക്ഷെ അതിനകത്ത് ഡിസോൾവ്ഡ് ആയിട്ടുള്ള സോൾട്ടും
അതുപോലെ ജേംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളമാണെങ്കിലും നമ്മൾ ബോയിൽ ചെയ്ത് കുടിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? പക്ഷെ പ്യുവർ വാട്ടർ ആണ്. ദർ വിൽ ബി നോ ഇൻഡിസോൾവ്ഡ്, അതായത് ഡിസോൾവ് ആകാത്ത വേസ്റ്റ് ഒന്നും അതിനകത്തുണ്ടാകില്ല. എന്തെങ്കിലും വേസ്റ്റുകൾ ആ വെള്ളത്തിൽ മഴവെള്ളത്തിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ സോയിലില് ലെയേഴ്സ് ഓഫ് സോയിലിലൂടെ അരിച്ചിങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ എല്ലാം ഇതായിപ്പോകും. The groundwater may run along the surface of the non-porous rock and come out of the surface at some places to form a natural spring. What is the meaning of spring? ഉറവ. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഉറവ. മഴക്കാലത്ത് നമുക്കറിയാം, നമ്മൾ നല്ല മഴയൊക്കെയുള്ള സമയത്ത് നമുക്ക് പറമ്പിൽ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഉറവ് പൊട്ടി വരുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടില്ലേ? ഓക്കെ. ആ മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. പിന്നെ എന്റെ വീടിന്റെ പയ്യാവൂരുള്ള വീട് അവിടെ കുന്നാണ്, പക്ഷെ അവിടെ ഇഷ്ടം പോലെ വെള്ളമുള്ള സ്ഥലമാണ്. വലിയൊരു കുന്നേലൊക്കെയാണ് വീട്, പക്ഷെ അവിടെ എപ്പോഴും അവിടുത്തെ വീടിന്റെ ആ വീടിന്റെ ചുറ്റും മഴക്കാലത്ത് മൊത്തം ഉറവയാണ്. ഇട്ടലുണ്ട്, അതായത് വലിയ കയ്യാല പോലെയുണ്ട്. അതിന്റെ ഇടയ്ക്കൂടെ എല്ലാം വെള്ളം ഇങ്ങോട്ട് വരും. പുറകുവശത്ത് ഉറവ, മുൻവശത്ത് ഉറവ, സൈഡിലെല്ലാം ഉറവ. അപ്പൊ മഴക്കാലത്ത് എപ്പോഴും കംപ്ലൈന്റ് പറയുന്നത് പിള്ളേരെ കൊണ്ട് മടുത്തു, പിള്ളേർ എപ്പോഴും വെള്ളത്തിൽ കളിയാണ്, മുറ്റത്തോട്ട് ഇറങ്ങത്തില്ല. മുറ്റത്തോട്ട് ഇറങ്ങുന്നത് അത് ഈ ഉറവ. പക്ഷെ 2 ദിവസം മഴ പെയ്യാതിരുന്ന ഉറവ എല്ലാം പറ്റുവേ. ആ മഴയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫ്ലഡ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ പറയുന്നത് മുറ്റത്തോട്ട് ഇറങ്ങാനും പറ്റില്ല, മൊത്തം വെള്ളമാന്ന് പറയും. അതുപോലെ തന്നെ അവിടുന്ന് നമ്മുടെ വീടിന്റെ അവിടുന്ന് തന്നെ ഒരു തോട് പോലെ ഉണ്ട്, തുടങ്ങുന്നുണ്ട്. അത് മലയുടെ അടുക്കുകളിലൂടെ ഇങ്ങനെ വരുന്നത് എവിടുന്ന് വരുന്നത്, പക്ഷെ മഴക്കാലത്ത് അത് പുറത്തോട്ട് വരുന്നത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെയാണ്. പ്യുവർ വാട്ടർ ആണ്, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്, കുടിക്കാനൊക്കെ എടുക്കാൻ പറ്റും. അവിടെ നിന്ന് തുടങ്ങുന്നതായതുകൊണ്ട്. പക്ഷെ കുടിക്കാൻ എടുക്കുന്നില്ല, കിണറ്റിലെ വെള്ളം മോട്ടർ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് that water is not for used for drinking purposes but for bathing, washing and all we are using. അത് നമ്മുടെ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നതായതുകൊണ്ട് അതിനകത്ത് വേറെ ഇങ്ങനെ വേസ്റ്റ് ഒന്നും വരുന്ന നമ്മളൊന്നും ഇടുന്നൊന്നുമില്ലല്ലോ, നല്ല വെള്ളമാണ്. അപ്പം in some places, in some groundwater may run along the surface of the non-porous rock and come out of the surface at some places. ഈ പാറയെ കൂടി ഒഴുകിയിട്ട് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അത് മണ്ണിലൂടെ പുറത്തോട്ട് വരും. അതാണ് നമ്മൾ ഈ പറയുന്നത് നാച്ചുറൽ സ്പ്രിംഗ് ഓർ ഉറവ. മഴക്കാലത്തൊക്കെ ഉറവ് വരികയല്ലേ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടർ can be obtained by digging wells or sinking tube wells to reach the water table. Deep groundwater is usually safe for drinking. അപ്പൊ നമ്മുടെ കിണറിനൊക്കെ ഒരു 2 അടി താഴ്ചയുള്ളൂ, 3 അടി താഴ്ചയുള്ളെങ്കിൽ ആ കിണറ്റിലെ വെള്ളത്തെക്കാൾ പ്യുവർ വാട്ടർ എപ്പോഴും കുറേയും കൂടെ ആഴമുള്ള കിണറ്റിലായിരിക്കും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? If a well is having only 2 meter feet deep depth and another well is having 8 feet depthness, the water from that 8th meter depth well will be clean or pure water compared to the 2 meter feet well. What is the reason for that? രണ്ട് കോല് താഴ്ചയുള്ള കിണറ്റിലെ വെള്ളത്തെക്കാളും ശുദ്ധമായിട്ടുള്ള വെള്ളം, നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം 8 അടി താഴ്ചയുള്ള കിണറ്റിലായിരിക്കും. എന്തായിരിക്കും അതിന്റെ കാരണം? Faith, what is the reason for that? ഒരു കിണറ് ചെറിയ ആഴമേ ഉള്ളൂ, 2 അടി എന്ന് വിചാരിക്കാം, അല്ലെ 3 അടി എന്ന് വിചാരിക്കാം, അത്ര വലിയ ആഴമില്ല. ആ കിണറ്റിലെ വെള്ളത്തെക്കാൾ നല്ല വെള്ളം, ശുദ്ധമായിട്ടുള്ള വെള്ളം അതിനേക്കാൾ കുറേയും കൂടെ ആഴമുള്ള കിണറ്റിലായിരിക്കും. 8 കോലോ 10 കോലോ 12 കോലോ ഒക്കെ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും? അറിയത്തില്ല, പക്ഷേ ഇത് പറയാം. പറഞ്ഞോ. അടിയിലോട്ട് ആയതുകൊണ്ട് ഈ മേളി വീഴുന്ന വെള്ളം എല്ലാം കൂടെ പ്യൂരിഫൈ ചെയ്തിട്ട് മണലിൽ കൂടെ പ്യൂരിഫൈ ചെയ്തിട്ട്. That is the correct answer. നമ്മൾ പഠിച്ചു മണ്ണിലേക്ക് ഇറങ്ങുന്ന വെള്ളം അരിച്ചരിച്ചരിച്ചിറങ്ങുന്നത്. അപ്പൊ അത് താഴോട്ട് പോകുന്നതനുസരിച്ച് കൂടുതൽ പ്യൂരിഫൈഡ് ആയിട്ട് വരും അല്ലേ? അതാണ് റീസൺ. ഓക്കെ. ഗ്രൗണ്ട് വാട്ടർ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ഡിഗിങ് വെൽസ് ആൻഡ് ട്യൂബെല്ലിലൂടെയോ അല്ലെങ്കിൽ വെൽസിലൂടെയോ ഒക്കെ ആയിട്ട് കിണറൊക്കെ കുഴിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് പിന്നെ ഗ്രൗണ്ട് വാട്ടർ വെള്ളം കിട്ടുന്നത്. അതുപോലെ തന്നെ ട്യൂബ് വെൽസ്, സിങ്കിങ് ട്യൂബ് വെൽസ് to reach the water table. Deep groundwater is usually safe for drinking. നമുക്കറിയാം ഒരുപാട് ആഴമില്ലെന്നൊരിക്കലും അതിനകത്ത് മാലിന്യങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ആഴം കൂടുന്നതനുസരിച്ച് മാലിന്യങ്ങൾ കുറഞ്ഞിരിക്കും. കാരണം ഈ മഴവെള്ളം അതിനകത്തോട്ട് അരിച്ചരിച്ചിറങ്ങുമ്പോൾ കുറേ കൂടെ മണ്ണിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ക്ലീൻ വാട്ടർ ആയിരിക്കും. നെക്സ്റ്റ്, ഡെപ്പൽറ്റേഷൻ ഓഫ് വാട്ടർ ടേബിൾ. ഗ്രൗണ്ട് വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ for us because it is constantly recharged by rain water. നമുക്കറിയാം
വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാല് എന്താണ്? വാട്ട് ഈസ് വാട്ടർ ടേബിൾ? ദ ലെവൽ ഓഫ് വാട്ടർ ഓൺ ദി സോയില്, മണ്ണിലുള്ള വെള്ളത്തിന്റെ ലെവലാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രൗണ്ട് വാട്ടറിന്റെ വാട്ടർ ടേബിൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് റെയിൻ വാട്ടറിനെ ആശ്രയിച്ചായിരിക്കും. കാരണം നമ്മൾക്കൊക്കെ അറിയാം, മഴ പെയ്തിട്ട് ആ മഴവെള്ളം എത്രത്തോളം ഭൂമിയിലേക്ക് മണ്ണിലേക്ക് ഇറങ്ങുന്നു അതനുസരിച്ചിരിക്കും ഓരോ വാട്ടർ സോഴ്സിലെയും വെള്ളം. മഴക്കാലത്ത് റെയിൻ റിവർ ആയിക്കോട്ടെ, പോൺസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വെൽസ് ആയിക്കോട്ടെ, സ്ട്രീംസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനകത്തൊക്കെ വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ റെയിൻ വാട്ടറിനെ ആശ്രയിച്ച് തന്നെയാണ്. വൺസ് റെയിൻ ഈസ് സ്റ്റോപ്ഡ്, then the level of water will be going down and down and down. After a few months of stopping the rain, the level will be very less. Groundwater is an important source of fresh water for us because it is constantly recharged by rainwater. നമുക്കറിയാം, once the rain falls, some of the water will seep into the soil and the rest will flow and reach in the rivers, and finally it will reach on the seas and all. Again it will get evaporated, again it will come as a rain. ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂഷൻ ആണ് അല്ലെ. സോ എപ്പോഴും സേഫ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് റെയിൻ വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ കിണറ്റിലെയും കുളത്തിലും ഒക്കെ വെള്ളം സേഫ് ആയിരിക്കും, നല്ലതുമായിരിക്കും. The water table does not get affected as long as we use as much as groundwater as is replenished by natural methods. ഇപ്പൊ നമ്മുടെ സാധാരണ കിണറ്റിലൊക്കെ വെള്ളം നമുക്കറിയാം. ഇപ്പൊ എന്റെ വീട്ടിലെ കിണറ്റിന് 5 അടി താഴ്ചയാണെന്ന് വിചാരിക്കുക. ഈ 5 അടി താഴ്ചയുള്ള കിണറ്റിലെ വെള്ളം സാധാരണഗതിയിൽ അങ്ങനെ കിണറ്റിലൊന്നും വറ്റിപ്പോകാറില്ല. പക്ഷെ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ഒരുപാട് ഉപയോഗം കാരണം വാട്ടർ ലെവല് ഒരുപാട് കുറഞ്ഞു, ഗ്രൗണ്ട് വാട്ടർ ലെവല്. അതുകൊണ്ട് തന്നെ കുറെ കഴിയുമ്പോഴത്തേന് കുറയും വെള്ളത്തിന്റെ അല്ലെ സാധാരണ. പക്ഷെ നമ്മുടെ നാച്ചുറൽ മെത്തേഡ്സിൽ അധികം കുറയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, ആ സ്ഥിതിയെല്ലാം മാറി. However, if we use more water than we replenished, the water table will go down. So നമ്മളുടെ ഉപയോഗത്തിന്റെ അനുസരിച്ച് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവൽ അല്ലെങ്കിൽ വാട്ടർ ടേബിൾ വിൽ ഗോ ഡൗൺ. It is seen that the water table in our cities is constantly going down and there is a shortage of groundwater. So നമുക്കറിയാം പോപ്പുലേഷൻ ആണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ യൂസ് ഓഫ് വാട്ടർ is increasing a lot. There are many reasons for that, but the main reason is the increasing in population. So the increasing in population has been caused for the more use of water. Thus the water level is coming down day by day. പഴയ ഞാൻ പറഞ്ഞില്ല, പണ്ടൊക്കെ ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് 300 അടി താഴ്ചയിൽ കൊൽക്കണ്ടയിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 1500 അടിയിലൊക്കെ എന്നെ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് വിളിച്ചു 1500 അടി താഴ്ചയിലാണ് അവരുടെ ബോർവെൽ ഉള്ളത്. എന്നാൽ വെള്ളം തീരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പോപ്പുലേഷൻ ഒരുപാടാണ്. So the increasing population has been caused for the use of water, over use of water. So it will cause. അത്രയും വെള്ളം തിരിച്ചങ്ങോട്ട് എത്തുന്നില്ല. ഉറവയിലൂടെ മഴയിലൂടെ ഒക്കെ ആയിട്ട് അത്രയും വെള്ളം നമ്മൾ എടുക്കുന്നതനുസരിച്ച് അത്രയും വെള്ളം എത്തുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തെ കിണർ വെച്ചിരുന്ന സ്ഥലത്ത് ഇന്നിപ്പം നമുക്ക് ഫെബ്രുവരി മാസത്തിലെ കിണറിലെ വെള്ളം വെച്ചാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഈ സമ്മർ റെയിൻ കിട്ടിയത് കൊണ്ട് നമ്മുടെ കിണറിൽ കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്നും കിണറ്റിലും വെള്ളം ഇപ്പൊ ഒന്നും ഒട്ടും ഉണ്ടാവില്ലായിരുന്നു, മൊത്തം പറ്റി പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അത്യാവശ്യം വെള്ളം കിട്ടുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് എവറി ഡേ വി ആർ ഗെറ്റിംഗ് റെയിൻ. സോ ആ വാട്ടർ ലെവൽ കുറെയൊക്കെ അങ്ങോട്ട് കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. It is seen that the water table in our cities is constantly going down and there is shortage of groundwater. Wells and tube wells have been dug deeper to get water. Let us see why this is happening. First one, rise in population. Means increase in population. Population has been increased a lot. Rise in population means our population has been increased a lot. നമ്മൾക്കറിയാം ഇന്ത്യ നേരത്തെ ഒക്കെ ഒരു 90 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. 100 കോടി പോപ്പുലേഷൻ, അതായത് 100 crores. ലാസ്റ്റ് ഇയർ പ്രീവിയസ് ഇയർ 135 crores ആയി. ഇപ്പൊ അതിലും കൂടുതലായി അല്ലെ. പോപ്പുലേഷൻ അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇൻക്രീസ് ചെയ്ത് വരികയാണ്.
As our population increases, we need more water for drinking, washing, cooking, and cleaning. So we also need a more number of houses, offices, shops, and roads. So not only for household needs, we have constructed a lot of buildings also. Buildings, offices, houses, then roads. ഇതെല്ലാം നമ്മൾ കെട്ടിപ്പടുക്കുന്നുണ്ട്. On the whole, we need a lot of water to build these buildings. ഈ റോഡുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമാണ് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി തന്നെ. ഭിത്തി തേക്കാനും അല്ലെങ്കിൽ അതിനെല്ലാം നനച്ച് നമുക്കറിയാം. നിങ്ങൾ വീട് പണിയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഓരോ ദിവസം പണി കഴിയുമ്പോൾ സിമെന്റ് ഒക്കെ തേച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വർക്കേഴ്സ് ദേവില് വാട്ടർ റേറ്റ് അത് നനച്ചു കൊടുക്കും, അല്ലെങ്കിൽ അത് സെറ്റ് ആവില്ല എന്ന് പറയും. സോ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം വെള്ളം ആവശ്യമാണ്. നമുക്കറിയാം, സിൻസ് ദ പോപ്പുലേഷൻ ഹാസ് ബീൻ ഇൻക്രീസ്ഡ്, all people, all family members cannot live in one houses. Automatically, when the elders adults get married, slowly they will move away from the parent family. They will construct another house, or they have to find another shelter for them. They will move. Then, like that way, if 5 children are there in a house, first one got married. Gradually, he and the wife and his children moved to another building. So he need another building. So he had constructed another house and he settled. He moved to another building. So one new building has been constructed in there. And second one got married. He also moved gradually. Means within 1 or 2 years, they will find a new shelter. They will move to it. Like that way, in each family, when the children grow up and get married, and they will try to form a new house for them or new family for them. Like that way, the number of building has been increased a lot. And shops. Shops also, so many building has been constructed for shopping purposes, big or small, whatever it may be. And other buildings also, offices, like that we do. So last ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ വീട്ടില് ഞാൻ കല്യാണം കഴിഞ്ഞ ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ വീടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ പറമ്പില്. ഒറ്റ വീട്, ഞങ്ങളുടെ തറവാട്. പതിയെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഒരു 4, 5, 6 വർഷങ്ങൾക്ക് ശേഷം, my husband's elder brother constructed a new house in that land near the house itself. ഞങ്ങളൊക്കെ താമസിക്കുന്ന ആ വീടിന്റെ അടുത്ത് തന്നെ, ആ പറമ്പിൽ തന്നെ മൂത്ത ചേട്ടൻ ഒരു വീട് പണിതു. Now 2 houses are there. After few years, we have constructed another a house for our purpose. ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും ആ പറമ്പിൽ തന്നെ വേറൊരു വീട് വെച്ചു. Now 3 houses are there. Now 5 years back, younger brother, last one, he constructed a house for his family. So now 4 houses are there. ആ ഒരു ചെറിയ സ്ഥലത്ത് ഇപ്പോൾ 4 വീടുകളായി. 3 ആൺമക്കളാണ് ഞങ്ങളുടെ ഫാമിലിയിലുള്ളത്. 3 ആൾക്കും വേറെ വീട് വെച്ചു. പഴയ വീട്ടിൽ ഇപ്പൊ ആരും താമസമില്ല, പക്ഷെ വീട് അങ്ങനെ തന്നെയുണ്ട്. ചാച്ചനും അമ്മയും ഇളയ മോന്റെ വീട്ടിലുണ്ട്. മനസ്സിലായോ? സോ ഞങ്ങളുടെ ഒരാളുടെ പറമ്പിൽ തന്നെ ഒരു വീടുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 4 വീടായി. അങ്ങനെ അയൽപക്കത്തുള്ള വീടുകളിലും എല്ലാം അങ്ങനെയല്ലേ? ഓൾ നെയ്ബേഴ്സ്, ഓൾ പീപ്പിൾ, എല്ലാവരുടെയും വീടുകളിൽ അങ്ങനെയാണ്. അതുപോലെ വീടുകളായി. Because when the children grow up, when they get married, they have to move from the parent house, so they will construct a new one. So like that way, in different ways, building construction has been increased a lot means not only for the housing purposes, business purpose, means like the shops, offices, school buildings, like that way. So many building has been constructed. So a lot of water is needed for the construction purpose, and this water will be taken from the groundwater. Groundwater വെള്ളമാണ് നമ്മൾ ഈ കടലിലെ ഓഷനിലൊന്നും വെള്ളം നമുക്ക് ഇതിനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. So actually those water is very useless for us. നമുക്ക് യൂസ്ലെസ് ആണ് കടലിലേക്ക് വെള്ളം. പക്ഷെ യൂസ്ലെസ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ വെള്ളമാണ് നമുക്ക് റെയിൻ ആയിട്ട് തിരിച്ച് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, എനിവേ, ഈ ബിൽഡിങ്സ് എല്ലാം ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത്രയും ഏരിയയിലേക്ക് വെള്ളം ഇറങ്ങുന്നില്ല. ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട്, അത്രയും ഭാഗത്തെ വെള്ളം ഒരിക്കലും താഴോട്ട് ഇറങ്ങുന്നുണ്ടോ? ഇല്ല. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നില്ല, സോയിലേക്ക് ഇറങ്ങുന്നില്ല. Like that way, another thing, we have constructed a lot of roads. So we know that when we put the tarring and all for the road, there will be no possibility for the water to go deep into the soil.
ടാറിങ്ങിന്റെ മേളിലേക്ക് വെള്ളം വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ആ റോഡിന്റെ അത്രയും ഭാഗത്തോട്ട് പോകത്തില്ല, ആ മണ്ണിലേക്ക് പോകത്തില്ല. ആൻഡ് അനദർ തിങ്, നമ്മുടെയൊക്കെ വീടിന്റെ മുറ്റമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിപ്സ് ഇട്ടിട്ടും, ചിപ്സ് ഇട്ടാൽ കുഴപ്പമില്ല എങ്കിൽ പോലും ചിലർ ചിപ്സിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ചിപ്സ് ഇടും, അപ്പോൾ ഒട്ടും വെള്ളം ഇറങ്ങത്തില്ല. നെക്സ്റ്റ് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട് നല്ല വൃത്തിക്കൊക്കെ ഗ്ലാമറായിട്ട് കാണാൻ പറ്റും, ചെളിയൊന്നും പിടിക്കാതെ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ് വിൽ നോട്ട് അലോ ദ വാട്ടർ ടു സീപ്പ് ഇൻ ടു ദ ഗ്രൗണ്ട് ഓർ ഇൻ ടു ദ സോയിൽ. സോ ലൈക്ക് ദിസ് നമ്മൾ ഈ വെള്ളം തിരിച്ച് കടലിലേക്ക് അങ്ങനെ യൂസ്ലെസ് ആയിട്ട് പോവുകയാണ്, നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല. So rise in population, as our population increases, we need more water for drinking, washing, cooking and cleaning. We also need more number of houses, offices, shops and roads. This means more construction work, and construction itself uses a lot of water. Construction തന്നെ ഒരുപാട് വെള്ളം വേണം. Most of being groundwater. Besides, as we increase the built-up areas and reduce open areas, there is a reduction in the amount of the water seeping into the ground. This is because water cannot seep into the ground from built-up areas. Thus, rising population leads to an increase in consumption and at the same time a decrease in the seepage of water into the groundwater. അതായത് നമ്മളുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ ഉപയോഗം വർദ്ധിക്കുന്നു, കാരണം കുളിക്കാനും അലക്കാനും എല്ലാത്തിനും വെള്ളം എടുക്കുന്നുണ്ട്. Population has been caused for the use of water, more use of water, but it has been caused for the decrease of the seepage. Seepage എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിലേക്ക് ഇറങ്ങുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നു. കാരണം ബിൽഡിങ്ങുകൾ ഒരുപാട് വന്നതുകൊണ്ട് ആ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം ഇറങ്ങത്തില്ല. പിന്നെ മുറ്റത്തൊക്കെ ഇന്റർലോക്കും ചിപ്സും ഒക്കെ ഇടുന്നത് കൊണ്ടും വെള്ളം ഇറങ്ങത്തില്ല. റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല. സോ ദ പോപ്പുലേഷൻ ഹാസ് ബീൻ caused for the rise in population has been caused for the increase of consumption. Consumption on use ഉപയോഗം, consumption of water more and decrease the seepage of water into the ground. Next one is increase in agriculture. അപ്പം വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നത് കുറഞ്ഞു കഴിയുമ്പോൾ വാട്ടർ ടേബിൾ താഴോട്ട് പോകുന്നു. Next, increase in agriculture. So as population increases, so does the demand for food, causing an increasing in agricultural activity. We know that as increase of population will cause for the demand for food. അതായത് ഒരു വീട്ടിലിപ്പം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു 4 പേരുണ്ടായിരുന്ന സ്ഥാനത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റത്തിന്റെ സ്ഥാനത്ത് ഇന്ന് അവരുടെ മക്കൾ 4 പേരും കല്യാണം കഴിച്ചു. അപ്പോൾ 4 പുതിയ ആൾക്കാരും കൂടെ വന്നു. ആദ്യം ഉണ്ടായിരുന്ന 4 പേരും പേരന്റും കൂടെ കൂടിയിട്ട് 6 പേരായിരുന്നു. 6ന്റെ പേരത്ത് ഈ 4 മക്കളുടെ മാരീഡ് മെമ്പേഴ്സും കൂടെ വന്നു. അപ്പൊ 10 ആയി. ഇനി ഇവർക്ക് ചിൽഡ്രൻ ഉണ്ടാകും. ഒരാൾക്ക് 2 കുട്ടികൾ വീതെന്ന് വെച്ച് നോക്കിയേ. അപ്പോൾ ഈ 4 പേർക്കും 2 കുട്ടികളും കൂടി ആകുമ്പോഴോ 8 പേരായി അല്ലെ. അപ്പൊ 10 തൊട്ട് 18 പേരായി. 6 പേരുണ്ടായിരുന്നിടത്ത് 18 പേരായി. അപ്പൊ അന്ന് എത്രത്തോളം ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്തോ അത് മതിയാകുമോ? ഇല്ല. Not enough. Again they need അല്ലെ, കൂടുതൽ ഫുഡ് ഐറ്റംസ് വേണ്ടി വരുന്നു. So we have to cultivate more food items because the population is increasing. നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഫുഡ് ഉണ്ടാക്കേണ്ടതിന്റെ ഫുഡിന്റെ ഐറ്റംസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പണ്ട് 4 പേരുണ്ടായിരുന്നപ്പോൾ 6 പേരുണ്ടായിരുന്നപ്പോൾ 6 കിലോ അരി മതിയായിരുന്നെങ്കിൽ ഇന്ന് 18 പേരുണ്ടായിരുന്നു 18 കിലോ അരി വേണം അല്ലെ. അപ്പം അത്രയും അരി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം, കൃഷി ചെയ്തുണ്ടാക്കണം. So as population rises, so does the demand for food, causing an increase in agricultural activity. Therefore, our need for water for irrigation increases. In our country, farmers depend on rain, canal water or groundwater for irrigation. So we have to cultivate more vegetables, food and or food items, and we have to use more water for the cultivation. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ കൂടുതൽ വെള്ളം ഇതിനൊഴിക്കണം, പ്ലാന്റ്സിന് ഒഴിക്കണം അല്ലെ. അപ്പം നമ്മൾ സാധാരണ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെയൊക്കെയാണ് ഗ്രൗണ്ട് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ അഗ്രികൾച്ചർ ഉള്ളത്. എപ്പോഴും മഴേനെ മാത്രം ആശ്രയിച്ച, മഴ എന്ന് പറയുന്നത് സീസണബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ആ സമയത്ത് നമ്മൾ കുറച്ച് ഐറ്റംസ് സീസണബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൃഷി ചെയ്യുന്നു. അല്ലാത്തതിനൊക്കെ നമ്മൾ വെള്ളം കോരി ഒഴിക്കേണ്ടതായിട്ട് വരുന്നു അല്ലെ. അതിന് നമ്മൾ കിണറ്റിലെയോ കുളത്തിലെയോ ഒക്കെ വെള്ളം യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. In our country, farmers depend on rain, canal water or groundwater for irrigation. Canals are found only at a few places. Canals are not found in everywhere, only in few places.
So only on those places can be used by these canals, but in other places people have to depend upon the wells or tube wells and all for the agricultural purposes. Since rain is often erratic, canals and suffer frequently from lack of water. So it may not be raining. We know that in Kerala we get a lot of rain, but in other places of India, in most of the places of India may not get sufficient water. So if they are not getting sufficient water, they have to depend upon the other water sources for the agriculture purposes. That means they have to depend upon the well or tube wells and all. And വെല്ലിൽ നിന്നും വെള്ളം കിട്ടുന്നില്ലെങ്കിൽ they have to depend upon the bore wells and all. അതായത് മണ്ണിന്റെ അടിയിൽ നിന്ന് ഭൂഗർഭജലം അല്ലേ? Okay. Frequently from lack of water, therefore farmers are mostly dependent on groundwater for irrigation. This results in depletion of groundwater. So groundwater level താഴോട്ട് പോകാനുള്ള വേറൊരു കാരണമാണ് increase in agriculture. അത് നമുക്ക് കൂടുതൽ മഴ കിട്ടുന്നുണ്ടായിരുന്നു, പിന്നെ നമുക്ക് അത്രയും മഴ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടുതൽ ഇപ്പോൾ ആവശ്യമാണ്. ഇപ്പൊ ഈ 2-3 കാരണങ്ങൾ കൊണ്ട് നമ്മൾ കൂടുതൽ കൃഷി ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിന് നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടർ has to be used. Next point is increase in industrialization. അതായത് നമ്മുടെ ഇൻഡസ്ട്രി ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പൊ ഇൻഡസ്ട്രി കൂടുന്നതനുസരിച്ച് ഇൻഡസ്ട്രിയിലേക്കുള്ള വെള്ളത്തിന്റെ ആവശ്യം കൂടുന്നു. നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു കാർ ഉണ്ടാക്കുന്നു. ആ കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നെസസറി. കാർ ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിക്കും വെള്ളം എന്തിനാന്ന്. പക്ഷെ കാർ ഉണ്ടാക്കണമെങ്കിൽ അതായത് അതിന്റെ മെറ്റൽസ് എല്ലാം ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്ത് അതിൽ ചെയ്ത് ആക്കണമെങ്കിൽ അത് വെള്ളത്തിലേക്ക് സെറ്റാക്കി ഒക്കെ എടുക്കണമെങ്കിൽ നല്ല ഒരു അളവ് വെള്ളം വേണം, എങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിലും, വെഹിക്കിൾസിന്റെ മാത്രമല്ല ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും വെള്ളം ആവശ്യമാണ്. സോ almost all industries use water. As the number of industries increases, so does the consumption of water. Most of this water is drawn from groundwater. അപ്പം ഗ്രൗണ്ട് വാട്ടർ വെള്ളമാണ് നമ്മൾ most of we are using in most of the factories. Next one is deforestation. Deforestation means cutting the forest. Large scale deforestation has occurred to accommodate the growing population, to grow food for them, and to provide space for industries. Okay, deforestation, cutting the trees. See, the increase in rapid growth of population has been caused for the deforestation. അതായത് പോപ്പുലേഷൻ ഇങ്ങനെ ഒരുപാട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോറസ്റ്റുകളെല്ലാം കട്ട് ചെയ്ത് നമ്മൾ അവിടെ വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പണ്ട് ഇവിടെയൊക്കെ കാടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എല്ലാം തെളിച്ച് ബിൽഡിങ്ങുകളൊക്കെ ആക്കാൻ തുടങ്ങി. കാരണം നമുക്ക് ബിൽഡിംഗ് ആവശ്യമാണ്, ഇപ്പോൾ വീടുകൾ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ പുതിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ അത്രയും സ്ഥലത്തെ മരങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പുതിയ മരങ്ങൾ അവിടെ നട്ടില്ല, അവിടെ ഒരു ബിൽഡിംഗ് പുതിയ പകരം വന്നു. അപ്പൊ അങ്ങനെ ഒരാളുടെ അല്ല പലയിടത്തെയും അങ്ങനെ മരങ്ങൾ, പല സ്ഥലങ്ങളിലെയും മരങ്ങൾ കട്ട് ചെയ്ത് അവസാനം ഉണ്ടായി ഡിഫോറസ്റ്റേഷൻ. മരങ്ങളൊക്കെ വനം നശിപ്പിച്ചു. നമ്മള് പഴയ കണക്കുകളൊക്കെ എടുത്ത് നോക്കിയാല് നമുക്കറിയാം പിന്നെ ഫോറസ്റ്റിന്റെ അളവുകൾ എത്രയോ ചതുരശ്ര കിലോമീറ്ററുകളോളം ഫോറസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം കട്ടാക്കി നമ്മൾ അവിടെയെല്ലാം വീടുകളൊക്കെ പണിതിട്ട് ഫാക്ടറീസും ഒക്കെ പണിതിട്ട് എന്താ സംഭവിച്ചേ, ബിൽഡിങ് ഒക്കെ പണിതിട്ട് ഇപ്പൊ അവിടെ മരങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലായി. ഒരു സെക്കൻഡ്. ഓക്കെ, large scale deforestation has occurred to accommodate the growing population, to grow food for them, and to provide space for industries. Overgrazing by our animals has also destroyed a large amount of vegetation. What is the meaning of overgrazing? Grazing means അതായത് കന്നുകാലികളെയൊക്കെ മേയ്ക്കാൻ വിടുന്നതുകൊണ്ട്, ഇപ്പൊ ഒത്തിരി കന്നുകാലികളെയൊക്കെ മേയ്ക്കാൻ വിടുന്നതുകൊണ്ട് അവര് പുല്ല് മാത്രമല്ല തിന്നുന്നത്, ആ കൂടെ അവർ നടന്നു പോകുമ്പോൾ ഒരുപാട് വെജിറ്റേഷൻസ് ഒക്കെ ചവിട്ടി മെതിച്ച് കളയും. അപ്പം അങ്ങനെ ചവിട്ടി മെതിച്ചൊക്കെ കളയുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വെജിറ്റേഷൻ നഷ്ടപ്പെട്ടു. Vegetation slows down the flow of rainwater on land and increases the absorption of water by the soil. So if there are plants or vegetation means ഇവിടെ plant ആണ് ഉദ്ദേശിക്കുന്നത്, big or small, whatever it may be, these plants will help to
അബ്സോർവ് മോർ വാട്ടർ ഇൻ ടു ദ ഗ്രൗണ്ട് എന്ന് വെച്ചാല് ഈ മരങ്ങളൊക്കെ സസ്യങ്ങളൊക്കെ ചെറുതും വലുതും ആയിക്കോട്ടെ സസ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് മണ്ണിലേക്ക് വെള്ളം വലിച്ചെടുക്കുന്നതിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അതായത് വെറുതെ ഒഴുകി പോകുന്നതിനേക്കാൾ ഇവര് ഇവരുടെ വേരുകളൊക്കെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് വെള്ളത്തിൽ തടഞ്ഞു നിർത്തി വെള്ളത്തെ ഭൂമിയിലേക്ക് മണ്ണിലേക്ക് ഇറക്കാൻ വേണ്ടി സഹായിക്കും. പക്ഷെ നമ്മൾക്ക് ഇതെല്ലാം ഇപ്പോൾ മരങ്ങളും എല്ലാം നമ്മൾ മുറിച്ചു കളയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഭൂമിയിലേക്കുള്ള നീരൊഴുക്ക് കുറയും. Cutting down of trees and destroying vegetation therefore interferes with the natural process by which seepage takes place and the groundwater is recharged. So നമ്മൾ ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ കുറേം കൂടി വെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് പോകുമ്പോൾ കിണറ്റിലൊക്കെ വെള്ളം കൂടും. Next point is conservation of resources. Now how to conserve these natural resources? All life on earth depends upon the earth resources. Therefore, all resources, whether renewable or non-renewable, need to be conserved. അപ്പോൾ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സസിനെയും ആശ്രയിച്ച് മാത്രമാണ്. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഭൂമിയിൽ നിന്ന് അതിനുള്ള മെറ്റീരിയൽസ് കിട്ടണം. അതിന് എന്തിനാണെങ്കിലും അതിന് ഭൂമിയിൽ നിന്ന് നമുക്ക് അതിനുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ട് എന്താണ് therefore all resources whether renewable or non renewable, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് തീർന്നു പോകുന്നതോ അല്ലാതെയോ അല്ലെ വീണ്ടും നമ്മൾ പറഞ്ഞു വെള്ളം നമ്മൾ എടുക്കുന്ന അനുസരിച്ച് വീണ്ടും ഒരു പരിധി വരെ ആകുന്നുണ്ട്. കിണറ്റിലേക്ക് നമ്മൾ വെള്ളം ഇന്ന് കിണറ്റിലെ വെള്ളം മുഴുവൻ നമ്മൾ മോട്ടർ അടിച്ച് മൊത്തം വെള്ളം പറ്റിച്ചാലും നാളെയും ഉറവെള്ള കിണറ്റിലാണ് വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന അനുസരിച്ച് കളത്തിലിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ as we use it will be getting over. If it is getting over like that way in wells and ponds and other water sources, what would be the condition of our all living things on the earth? There will be no living things because if the water is non-renewable, അതായത് ഇങ്ങനെ റിന്യൂ ചെയ്യാൻ പറ്റാതെ വീണ്ടും എടുക്കുന്ന അനുസരിച്ച് തീർന്നു പോകുന്നതാണെന്നൊരിക്കലും പിന്നെ ലൈഫ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലെ? കൺസർവേഷൻ ഈസ് ദ വൈസ് Conservation is the wise and careful use of resources. It means not only not wasting the resources but also maintaining their quality. അപ്പൊ നമ്മൾ കൺസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുക സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ അതിനെ പിന്നെ വേസ്റ്റ് ചെയ്യുക മാത്രമല്ല. ഇപ്പം വെള്ളം നമ്മൾ പറഞ്ഞു നമ്മുടെ കിണറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന രീതി കുറയ്ക്കുക. കാരണം പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഓരോ 10 കുടം വെള്ളം ആയിട്ട് ഒരു കുടുംബം പണ്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നത് പോരാ. ഇന്ന് നമ്മൾ എല്ലാ രീതിയിലും വെള്ളത്തിന് ഉപയോഗം കൂടുതൽ. കാരണം ഓൾഡൻ ടൈമില് അതായത് കുറെ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ ബാത്റൂമിൽ നിന്നൊന്നും കുളിക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അന്നൊക്കെ ഒരു കിണറുണ്ടാകും, കിണറ്റിങ്കരെ പോയിട്ട് ഒരു ബക്കറ്റിനകത്തോട്ട് വെള്ളം കോരി വെച്ച് ഒരു ബക്കറ്റ് അല്ലെങ്കിൽ 1.5 ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ കുളിച്ചു തീർക്കുമായിരുന്നു. ദാറ്റ് വാസ് ഇനഫ്. But now we are taking bath in the bathrooms just enough to open the tap. Water will come there. So people are not aware of using the water like that way. Because plenty of water is there, they will use more water for drinking purposes. Earlier 1 bucket water was enough, but now 3 or 4 buckets of water is needed. And for washing the vessels also, cleaning the dishes and all. They used to take a little water in buckets and using a mug or cup or something like that way. They used to take a little bit of water and like that way the water that they used was very less. But now just will open the tap and just will hold the plate or dishes below the tap and we will use more water. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ്. പഴയ കാലത്തെല്ലാം ഇങ്ങനെ ബക്കറ്റ് കോരി എടുത്ത് കിണറ്റിൽ നിന്ന് കോരി എടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നപ്പോൾ വളരെ കുറച്ച് വെള്ളമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് പൈപ്പ് തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് അറിയുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടുന്നു. അത് നമുക്ക് തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്രയും വെള്ളം ഇപ്പം പുതുതായിട്ട് ഭൂമിയിലേക്ക് വരുന്നില്ല. മഴ പെയ്യുമ്പോഴാണെങ്കിൽ പോലും അത്രയും വെള്ളം വരുന്നില്ല. സോ ലൈക്ക് ദാറ്റ് വേ നമ്മളിപ്പോ ഒരു കാര്യം എന്ത് നാച്ചുറൽ വെള്ളത്തിന്റെ കാര്യം മാത്രമല്ല എനി നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ അത് വേസ്റ്റ് ചെയ്യുക മാത്രമല്ല പിന്നെ നമ്മൾ മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം പൊല്യൂട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഫോർ എക്സാമ്പിൾ പറയാം, വെള്ളത്തിന് നമ്മൾ പൊല്യൂട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ കൊള്ളുക. പിന്നെ എത്ര വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കിണറ്റില് അല്ലെങ്കിൽ ഒരു കുളത്തില് കുറെ വെള്ളമുണ്ട്, പക്ഷെ അത് നമ്മൾ കിണർ തേവുകയോ ഒന്നും ചെയ്യാതെ അതിനകത്ത് കുറെ വേസ്റ്റ് ഒക്കെ ഉണ്ട്, കരിയിലും ചപ്പൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം അവിടെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, നമുക്കത് യൂസ് ആകുന്നില്ല അല്ലെ? അപ്പൊ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല
വൃത്തിക്ക് തന്നെ കൊണ്ടു നടക്കാണ്. അപ്പൊ അതുപോലെ മറ്റ് നമ്മുടെ ഇപ്പം എയർ ആണെങ്കിലും എയർ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നില്ല എന്ന് പറയും, ശരിയാണ്. പക്ഷേ if we pollute the air, then what is the use of that air? No use, isn't it? So we have to maintain the quality of each material or each items, but also maintain their quality. A few decades back, people did not give much attention to conservation. However, now it has become very important. Why? ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഇങ്ങനെയെല്ലാം കൺസർവ് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധവാന്മാരില്ലായിരുന്നു, അതിനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്താണ്? ബിക്കോസ് ഇപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അവെയർ ആയി. കാരണം പോപ്പുലേഷൻ ഒരുപാടായി, നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ എയർ പൊല്യൂഷൻ ആണ്, വാട്ടർ പൊല്യൂട്ടഡ് ആണ്, സോയിൽ പൊല്യൂട്ടഡ് ആണ്, ഇങ്ങനെ എല്ലാം പൊല്യൂട്ടഡ് ആണ്. അതുപോലെ തന്നെ ഈ ഇത്രയും ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ നമ്മുടെ ഈ റിസോഴ്സുകളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ളൊരു ബോധ്യം, പഠനം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന് കുറച്ച് ബോധ്യം വന്നു. അതുകൊണ്ട് ഓക്കെ, നമ്മുടെ നമുക്ക് അടുത്ത ഇനിയിപ്പോ ഒന്നുകൂടി 5 മിനിറ്റ് കഴിഞ്ഞ് റീജോയിൻ ചെയ്യാം കേട്ടോ.